അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആകാശയാത്രയിൽ സ്വർഗവും നരകവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടു. വിവിധ കുറ്റങ്ങൾക്ക് ശിക്ഷിക്കപ്പെടുന്നവരെ കണ്ടു. അവർ ചെയ്ത കുറ്റങ്ങൾ എന്താണെന്ന് ജിബ്രീൽ അലൈഹിസ്സലാം വിവരിച്ചു കൊടുത്തു. വാനലോകത്ത് നിന്ന് ബൈത്തുൽ മുഖദ്ദസിൽ മടങ്ങിയെത്തി. ഒരു സംഘം പ്രവാചകന്മാർ അവിടെയുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവർക്ക് ഇമാമായി നിസ്കരിച്ചു. മക്കയിലേക്ക് തന്നെ മടങ്ങി ഒറ്റ രാത്രി കൊണ്ട് യാത്ര അവസാനിച്ചു. പിറ്റേന്ന് രാവിലെ ഉമ്മു ഹാനി റളിയല്ലാഹു അൻഹായുടെ വീട്ടിൽ നിന്ന് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എഴുന്നേറ്റ് വന്നു. ഉമ്മു ഹാനിയോട് പറഞ്ഞു, രാത്രിയിലെ സംഭവങ്ങൾ വിവരിച്ചു. മറ്റു സഹാബികളോടും പറഞ്ഞു, ഞാൻ ഹറമിലേക്ക് പോകുന്നു, ഈ വിവരം എല്ലാവരോടും പറയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, താങ്കൾ അവിടേക്ക് പോകരുത്, അതാരും വിശ്വസിക്കുകയില്ല, അവർ കളിയാക്കി ചിരിക്കുമെന്ന് ഉമ്മു ഹാനി റളിയല്ലാഹു അൻഹ പറഞ്ഞു. ചിരിക്കട്ടെ, കളിയാക്കട്ടെ, അള്ളാഹു എനിക്ക് നൽകിയ അനുഗ്രഹം ഞാൻ മറച്ചു വയ്ക്കാൻ പാടില്ല. ഹറമിലേക്ക് ചെന്നു. അബൂജഹൽ ഉൾപ്പെടെയുള്ള സദസ്സിന് മുമ്പിൽ വെച്ച് തന്നെ നിശായാത്രയെക്കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിച്ചു. അവർ ഉറക്കെ കളിയാക്കി ചിരിക്കാൻ തുടങ്ങി. ഇതിനിടയിൽ ചിലർ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് വിവരം പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ പറഞ്ഞു കഅബയുടെ അടുത്ത് വെച്ച് സംഭവം വിവരിക്കുന്നു. സംശയാലുക്കൾ പറഞ്ഞു, അങ്ങനെ പറഞ്ഞെങ്കിൽ ഞാനത് വിശ്വസിക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലുള്ള ഈ വിശ്വാസം അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ സിദ്ദീഖ് എന്ന വിശേഷനാമം നേടിക്കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരത്തെ ബൈത്തുൽ മുഖദ്ദസ് കണ്ടിട്ടില്ലെന്ന് ശത്രുക്കൾക്കും മിത്രങ്ങൾക്കുമെല്ലാം അറിയാം. അതുകൊണ്ട് ആ പ്രദേശത്തെക്കുറിച്ചും പള്ളിയെക്കുറിച്ചും അതിൻ്റെ വാതിലിനെ കുറിച്ചും അവർ പല ചോദ്യങ്ങളും ചോദിച്ചു. എല്ലാറ്റിനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ വ്യക്തമായി മറുപടി പറഞ്ഞു. അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അള്ളാഹുവിൻ്റെ ദൂതരെ, അങ്ങ് പറഞ്ഞത് സത്യം. ഒരു നേതാവ് ഇങ്ങനെ ചോദിച്ചു, അതിരിക്കട്ടെ, ഞങ്ങളുടെ ഒട്ടക സംഘം അതുവഴി വരുന്നുണ്ട്, അവരെ പറ്റി നിനക്കെന്തറിയാം? ഒട്ടക സംഘം അവിടെ എത്തിയിട്ടുണ്ടെന്നും ഏത് ദിവസം അവർ മക്കയിലെത്തുമെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുത്തു. അവർ ആ ദിവസത്തിന് വേണ്ടി കാത്തിരുന്നു. പറഞ്ഞ ദിവസം തന്നെ സംഘം എത്തിച്ചേർന്നു. ഇത്രയെല്ലാമായിട്ടും ഖുറൈശികൾ വിശ്വസിച്ചില്ല. അവരുടെ ധിക്കാരം അതിനനുവദിച്ചില്ല. അവർ മർദ്ദനത്തിന് ശക്തി കൂട്ടി. മക്കയിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസ് വരെയും അവിടെ നിന്ന് ആകാശലോകങ്ങളിലേക്കുമുള്ള യാത്ര ഇസ്രാ മിഅ്റാജ് എന്ന പേരുകളിൽ അറിയപ്പെടുന്നു. നുബുവത്ത് ലഭിച്ചു 10 വർഷം കഴിഞ്ഞാണ് ഇസ്രാ മിഅ്റാജും നടന്നത്. റജബ് 27-ന് അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 50 വയസ്സായിരുന്നു.